ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോണ കുറച്ച് ടോപ്പ് മെറ്റീരിയൽസ് ആണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ടോപ്പ് മെറ്റീരിയൽസ് കുറച്ച് കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ പോണ കോട്ട മെറ്റീരിയലിൽ ഫാബ്രിക് പെയിൻറ്റും അതുപോലെ തന്നെ ഹാൻഡ് എംബ്രോയ്ഡറിയും ചെയ്ത കുറച്ച് ടോപ്പ് മെറ്റീരിയൽസ് ആണ്. എല്ലാം ടോപ്പ് മെറ്റീരിയലുള്ളൂ, ഷോളും പാൻറ്റും ഇല്ല. 2.5 മീറ്ററിൻ്റെ ടോപ്പ് മെറ്റീരിയൽസ് ആണ്. ഡെയിലി വെയറിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കോട്ട മെറ്റീരിയൽ. അത് മെഷീൻ വാഷബിളാണ്. ഇപ്പോൾ എംബ്രോയ്ഡറി ചെയ്ത് ഞാൻ മിറർ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പ് മെറ്റീരിയൽ കാണിക്കുന്നുണ്ട്. അതായാലും മെഷീനിലിട്ടെന്ന് വെച്ച് അങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകുന്നതല്ല. എന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി ഉണ്ട്. ഞാൻ എൻ്റെ ടോപ്പെല്ലാം വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്തിട്ട് ഇന്നേ വരെ മിറർ പൊട്ടിയിട്ടില്ല. അപ്പം അത് ഉള്ളിലോട്ടായിട്ട് മടക്കി വെച്ചിട്ട് വാഷിംഗ് മെഷീനിലിട്ട് അത് മിറർ പൊട്ടുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള മെഷീൻ വാഷബിളാണ്, ഡെയിലി വെയറിന് പറ്റിയതാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. അങ്ങനെയുള്ള കുറേ ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കോട്ട മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് ടോപ്പ് മെറ്റീരിയൽസ് 6 ടോപ്പ് മെറ്റീരിയൽസ് ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. 3 കളർ ഷെയ്ഡ്സ് ആണ് ഉള്ളത്. എല്ലാം നല്ലൊരു കളർ ഷെയ്ഡ്സുമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ഏറ്റവും എടുത്ത് പറയാനുള്ളത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പ് മെറ്റീരിയൽസാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പ്. ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ ലൈറ്റ് ബ്ലൂ ആൻഡ് ബ്ലൂ ഫ്ലവേഴ്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഷെയ്ഡിങ് ആയിട്ട് നമ്മൾ കുറച്ച് ഡാർക്ക് ബ്ലൂവും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഷെയ്ഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലീവ്സ് ഒരു ഒലീവ് ഗ്രീൻ, ഡാർക്ക് ഒലീവ് ഗ്രീൻ ഇതിൽ ഔട്ട്ലൈനായിട്ട് ഒരു സ്റ്റെമ്മിൻ്റെ പോർഷനിൽ നമ്മൾ ബ്ലാക്ക് കളറുമാണ് ചെയ്തിരിക്കുന്നത്. ഫാബ്രിക് പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത്. നെക്ക് എങ്ങനെ വേണമെങ്കിലും തയ്ക്കാം. ഞാനിപ്പോൾ ഒരു സ്ക്വയറാണ് ഇവിടെ ലൈറ്റായിട്ട് വരച്ചിട്ടുണ്ട്. ഇതുവരെയാണ് സ്ക്വയർ പോകുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഷോൾഡറിൻ്റെ 2 സൈഡിലും നടുക്കും പിന്നെ 2 എണ്ണം, അങ്ങനെ മൊത്തത്തിൽ 5 ഡിസൈനാണ് ഇതുവരെ ഡിസൈൻ വന്നിരിക്കുന്നത്. 2.5 മീറ്റർ കോട്ട മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് ഇത്രയാണ് വർക്ക് വന്നിരിക്കുന്നത്. ഫാബ്രിക് പെയിൻറ്റ് വന്നിരിക്കുന്നത്. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇനിയിപ്പോൾ സ്കൂൾ റീ ഓപ്പണിങ്ങൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് ചുരിദാറൊക്കെ തയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു മെറ്റീരിയലാണ്. ഡെയിലി വെയറിന് പറ്റിയ മെറ്റീരിയലാണ്. ഡാമേജ് പറ്റത്തില്ല. മെഷീൻ വാഷബിളാണ്. ഇത് ഫാബ്രിക് പെയിൻറ്റ് ചെയ്ത് മേടിക്കുന്ന ഏത് മെറ്റീരിയൽ ആയിക്കോട്ടെ, നമ്മൾ അയൺ ചെയ്യുമ്പം ഓവർ ഹീറ്റും പാടില്ല. മറിച്ചിട്ടിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ അയൺ ചെയ്യരുത്, ബാക്ക് സൈഡ് ആയിരിക്കണം അയൺ ചെയ്യുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വെച്ചാൽ മതി. ഇത് ലാസ്റ്റ് ചെയ്യുന്നൊരു മെറ്റീരിയലുമാണ്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 499 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഒരു പിസ്ത ഗ്രീൻ കളർ മെറ്റീരിയലാണ്. എല്ലാം ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയലും കോട്ട മെറ്റീരിയലാണ്. അത് കോട്ട മെറ്റീരിയൽ ലൈറ്റ് പിസ്ത ഗ്രീൻ കളർ. വീഡിയോയിൽ കറക്റ്റായിട്ട് വരുന്നില്ല അതിൻ്റെ കളർ. ആ ഒരു കളർ മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് ഇപ്പോൾ റൗണ്ട് നെക്കാ തയ്ക്കണമെങ്കിൽ അതിൻ്റെ ഷോൾഡറിൻ്റെ സൈഡിൽ കൂടെ താഴത്തോട്ടുള്ള രീതിയിൽ പിങ്ക് ഫ്ലവേഴ്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കളർ വരുന്നത്. ഷെയ്ഡിങ് ആയിട്ടൊരു വൈറ്റ് ഇതും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ പെയിൻറ്റിങ് വരുന്നത്. ഫ്ലവേഴ്സ് ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ താഴത്തോട്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ട് കഴിഞ്ഞിട്ട് തന്നെ താഴത്തുനിന്ന് മേളിലോട്ടും ഡിസൈനുണ്ട്. സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് കോർണർ പോർഷനിൽ നിന്ന് നമ്മുടെ സ്ലിറ്റ് ഇപ്പോൾ ഇവിടെയാണ് സ്ലിറ്റിൻ്റെ എഡ്ജ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെയായിരിക്കും സ്ലിറ്റ് വരുന്നത്. ഇങ്ങനെ പോകും. അപ്പോൾ അവിടുന്ന് ആ ഒരു കോർണറിൽ നിന്ന് മേളിലോട്ട് പോകുന്ന രീതിയിൽ ഇങ്ങനെ ഡിസൈനിങ് വരുന്നുണ്ട്. ഇങ്ങനെ പിന്നെ ഇത്രയും ഡിസൈനിങ് വന്നിട്ട് സ്കാറ്റർ ചെയ്ത് ഫ്ലവറും ലീഫും ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ഇങ്ങനെ കിടക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് പോർഷൻസാണ് നമ്മുടെ ഡിസൈനിങ് ഇല്ലാണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആണ് ഡിസൈനിങ് വരുന്നത്, മേളിൽ നെക്ക് പോർഷനും. അപ്പോൾ ഈ ഒരു പോർഷനാണ്, ഇത്രയും ഒരു പോർഷനാണ് നമുക്ക് ഡിസൈനിങ് ഇല്ലാണ്ടിരിക്കുന്നത്. ഇത്രയും പോർഷനേ ഉള്ളൂ. ബാക്കി ഫുൾ ഡിസൈനിങ് അല്ലാണ് പോകുന്നത്. ഇവിടെ നിന്ന് മേളിൽ നിന്ന് ഇങ്ങനെ ഡിസൈൻ വരുന്നു, താഴത്തുനിന്ന് ഇങ്ങനെ ഡിസൈനിങ് വരുന്നു ഒരു കോർണറിൽ നിന്ന്. അങ്ങനെയാണ് വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റും 499 ആണ്. അടുത്തതൊരു നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂ മെറ്റീരിയലിൻ്റെ അകത്ത് നമ്മൾ ലൈറ്റ് ബ്ലൂ ആണ്. വീഡിയോയിൽ ഒട്ടും ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്ന് എനിക്കറിയാം. അതിൻ്റെ അകത്ത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഫ്ലവേഴ്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ബ്ലൂ ഷെയ്ഡ്സ് വരുന്നത്. ബ്ലൂ ഷെയ്ഡ് ഫ്ലവേഴ്സ്, നടുക്ക് യെല്ലോ, ഇതും ലീവ്സ് ലൈറ്റ് ഗ്രീനും ആയിട്ട് കൊടുത്തിരിക്കുന്നത്. താഴത്തുനിന്ന് ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ വരച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാം. സ്ലിറ്റിൻ്റെ ഇവിടം വരെയാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ വയറിൻ്റെ അവിടം വരെ ഈ ഒരു ഡിസൈനുണ്ട്. താഴത്തുനിന്ന് വയറിൻ്റെ അവിടം വരെയാണ് ഈ ഡിസൈനിങ് ഇങ്ങനെ പോകുന്നത്. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഡിസൈനിങ് വരുന്നത്.
ഓവറോൾ ഇപ്പോൾ താഴം ഫുള്ളുമാണ് കവർ ചെയ്ത് ഇരിക്കുന്നത്. മേളിലോട്ട് ഡിസൈനിങ് ഇല്ല, താഴം ഫുള്ളുമാണ് ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റും 499 ആണ്. ഇതിൻ്റെ അത് നമുക്ക് ഒന്നെങ്കിൽ സെയിം നേവി ബ്ലൂ ആ ഒരു മെറ്റീരിയൽ പാൻറ്റും ഷോളും ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് ബ്ലൂ, ഇതൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് നമ്മൾ ചെയ്തിരിക്കുന്ന. വീഡിയോയിൽ അത്ര കളറ് എക്സാക്റ്റ് കളറ് ഫ്ലവറിൻ്റെ കളറ് മനസ്സിലാവുന്നില്ല. ലൈറ്റ് ബ്ലൂ ആണ് കളറ്. ആ കളറ് പാൻറ്റും ഷോളും ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് അതിൻ്റെ ഒരു കളറ് വന്നിട്ട്. അപ്പോൾ ഇങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും 499 ആണ്. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് സെക്ഷനാണ് ഇപ്പോൾ കണ്ടത്. 3 പെയിൻറ്റിങ്സ് മെറ്റീരിയൽസാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ 3 ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന ടോപ്പ് മെറ്റീരിയൽസുമാണ് കാണുന്നത്. ഇത് 3 499 ആണ് 3ത്തിൻ്റെയും റേറ്റ്. നമ്മൾ ആദ്യം കണ്ട പെയിൻറ്റിങ് ചെയ്ത കളറ് ആ പിങ്ക് ഷെയ്ഡ് തന്നെയുള്ള മെറ്റീരിയലാണ്. അതിൻ്റെ കഴുത്ത് യു നെക്കാണ് നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ യു നെക്കിൻ്റെ താഴെ വരുന്ന ചെസ്റ്റ് പോർഷനിൽ വരുന്ന വർക്കാണ്. ലേസി ഫ്ലവേഴ്സാണ്. 2 കളറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലൂയിഷ് ഗ്രീനും പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് കളർ പാൻറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ പിങ്ക് അല്ലെങ്കിൽ ഈ 2 ബ്ലൂ ഷെയ്ഡിൽ ഏത് ഷെയ്ഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 599 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഒരു പിസ്ത ഗ്രീൻ കളർ ടോപ്പാണ്. അതിൻ്റെ അത് ഹാൻഡ് എംബ്രോയ്ഡറി ഇപ്പോൾ വയലറ്റ് കളർ നമ്മൾ ബോർഡറാണ്, ഡയമണ്ട്സാണ് തയ്ച്ചിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു ഷുഗർ ബീഡ്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ ബീഡ്സാണ് നമ്മളിങ്ങനെ പൂവിൻ്റെ ഷേപ്പിൽ ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് തയ്ക്കാൻ കുറേ സമയം എടുക്കും. ഈ ബീഡ്സ് തയ്ക്കാനായിട്ടാണ് നമ്മൾ സമയം മുഴുവൻ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്ലവേഴ്സ് ഇതുപോലെ തയ്ച്ച്, ഇതിപ്പോൾ നമ്മൾ സ്ക്വയർ നെക്കാണ് ഇവിടെ തയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ നെക്കിൻ്റെ താഴെ മുതലാണ് ഇങ്ങോട്ടേക്ക് വയറിൻ്റെ അവിടം വരെ ഇതുപോലെ ഡിസൈനിങ് വരുന്നത്. അപ്പോൾ ഇത് തയ്ക്കാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് ഇത്തിരി കൂടുതലാണ്. ഇതിന് റെഡി ഫോർ സെയിലാണ്. 2.5 മീറ്റർ മെറ്റീരിയലാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 750 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഏറ്റവും ലാസ്റ്റത്തെ മെറ്റീരിയലാണ് ഇത്. ഇത് നമ്മൾ ആദ്യം കണ്ട നേവി ബ്ലൂ കളറിലെ പെയിൻറ്റിങ് കണ്ടില്ലേ, ആ സെയിം കളർ ടോപ്പ് മെറ്റീരിയലാണ്. നേവി ബ്ലൂവിൻ്റെ അകത്ത് റെഡ് കളർ കോമ്പിനേഷനിൽ നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിലുള്ള മിറർ തന്നെയാണ് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്യുന്ന, മറ്റേ ഇതല്ല, മിററാണ്. ഗ്ലാസ് മിറർ വെച്ചിട്ട് നമ്മൾ റെഡ് കളർ ത്രെഡും കൊണ്ട് ഫുള്ളും തയ്ച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെഡ് പാൻറ്റ് അല്ലെങ്കിൽ സെയിം കളർ നേവി ബ്ലൂ പാൻറ്റ് ഇട്ടാലും നല്ലതാണ്. ഒരു സെമി പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. മിറേഴ്സാണ്. നൈറ്റ് പാർട്ടിക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലോണം ഗ്ലേസിങ്ങും കിട്ടും. നല്ല ഷോളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആക്സസറീസൊക്കെ ഇട്ടാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 750 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എല്ലാ മെറ്റീരിയലും കണ്ടു. പക്ഷെ എന്നാലും ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരുന്നത് ഇത് ഇങ്ങനെയായിരിക്കും. കഴുത്ത് മേലിൽ വന്നിട്ട് ഇങ്ങനെയായിരിക്കും ഡിസൈൻ വരുന്നത്. കഴുത്തിൻ്റെ താഴെയായിട്ട് ഇത്രയും പോർഷനിലായിരിക്കും ഡിസൈൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം അതിൻ്റെ ഗ്ലേസിങ്, മിറർ ഷൈൻ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, രാത്രി നൈറ്റ് പാർട്ടിക്കൊക്കെ നല്ലൊരു റെഡ് ഷോളും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നൈറ്റ് പാർട്ടിക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ളതാണ്. ഇതിൻ്റെ ഇപ്പോൾ സ്ലീവിൽ വർക്കില്ല. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ലീവിൽ വേണം, കസ്റ്റമർ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതായാലും പറഞ്ഞാൽ മതി, നമ്മൾ സ്ലീവിൽ അറ്റാച്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കഴുത്തിൻ്റെ താഴെയായിരിക്കും ഈ ഒരു ഇവിടം വരെയാണ് നമ്മുടെ നെക്കിൻ്റെ ഡെപ്ത് വരുന്നതെങ്കിൽ അതിൻ്റെ താഴത്തോട്ടായിരിക്കും ഡിസൈനിങ്. ചെസ്റ്റ് ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈനിങ് വരുന്നത്. അങ്ങനെയാണ് ഈ ഒരു ടോപ്പ് മെറ്റീരിയൽ വരുന്നത്. പിന്നെ വന്നിട്ട് ഈ ആദ്യം കണ്ട ടോപ്പ് മെറ്റീരിയൽ ഇത് വരുമ്പോൾ ഷോൾഡറിൻ്റെ 2 സൈഡിലും നടുക്കും ഈ 2 പോർഷനിൽ ഇങ്ങനെയായിരിക്കും, ഇവിടെയായിരിക്കും ഇതിൻ്റെ ഡിസൈനിങ് വരുന്നത്. പിന്നെ വന്നിട്ട് ഈ ഒരു മെറ്റീരിയൽ ഇതാണെങ്കിലും അതുപോലെ തന്നെയാണ്. ഇത് കഴുത്തിൻ്റെ താഴെ ഇവിടെയാണ്. ഇതും സ്ക്വയർ ആയിരിക്കും നെക്ക് വെക്കുന്നത് നല്ലത്. ഇതിലും സ്ലീവിൽ വർക്കില്ല. ഫ്രണ്ട് ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വർക്കും വരുന്നത്. കണ്ടോ, നമ്മുടെ ഫുൾ പോർഷൻ, എൻ്റെ ഒരു ബോഡി സൈസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഫ്രണ്ട് ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പാറ്റേണും വരുന്നത്. ഇത് വന്നിട്ട് ഇതും ഈ ഒരു പിങ്ക് ആണെങ്കിലും അതുപോലെ തന്നെയാണ്. കഴുത്തിൻ്റെ താഴത്തോട്ടാണ് നമ്മൾ എല്ലാം ചെസ്റ്റിൻ്റെ ഇവിടം വരെ ഈ ഒരു പോർഷൻ നടുക്കുന്നാണ്, വയറിൻ്റെ അവിടുന്ന് മേളിലോട്ടുള്ള രീതിയിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. കഴുത്ത് ഇവിടെ കട്ട് ചെയ്ത് വരും, ഇങ്ങനെ കഴുത്ത് കട്ട് ചെയ്ത് വരും. അത് കഴിഞ്ഞിട്ട് കഴുത്തിൻ്റെ താഴത്തുനിന്ന് വയറിൻ്റെ അവിടം വരെ ഇങ്ങനെയായിരിക്കും ഈ ഒരു വർക്കും വരുന്നത്. പിന്നെ ഈ ഒരു പെയിൻറ്റിങ് വരുന്നത്
ഗ്രീൻ കളറ്. താഴത്തുനിന്ന് സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് ഇപ്പം റൈറ്റ് സൈഡിലാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് നെക്കിൻ്റെ ഡിസൈനിങ് വരുന്നത്. സ്ലിറ്റിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നായിരിക്കും താഴത്തുനിന്ന് ഡിസൈൻ വരുന്നത്. ഇപ്പോൾ ഇങ്ങനെയായിരിക്കും കഴുത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെയായിരിക്കും ഡിസൈനിങ് വരുന്നത്. ഇങ്ങനെയാണ് ആ ചുരിദാറിൻ്റെ കഴുത്തിൻ്റെ സൈഡിലുള്ള വർക്ക് വരുന്നത്. നെക്കിൻ്റെ ഒരു പോർഷനിൽ നിന്ന് ഇങ്ങനെ വർക്ക് വരുന്നു. അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നെക്കിൻ്റെ അവിടെ ഡിസൈൻ വരുന്നത്. സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് റൈറ്റ് സൈഡിൽ നിന്നായിരിക്കും മേളിലോട്ട് ഡിസൈനിങ് വരുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. മറ്റേത് ഏറ്റവും ലാസ്റ്റത്തെ ഉള്ള പെയിൻറ്റിങ് വരുന്നത് നമുക്ക് ഞാൻ നിന്ന് കാണിക്കണം. താഴത്താണ് ഫുള്ളും ഡിസൈനിങ് വരുന്നത്. അപ്പോൾ അത് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കണ്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇതെടുത്ത് കാണിക്കുന്നത്. ഇത് താഴെയാണ് ഇതിൻ്റെ ഡിസൈനിങ് മുഴുവനും വരുന്നത്. വയറിൻ്റെ അവിടം വരെ ഉണ്ട്. സ്ലിറ്റിൻ്റെ വയറിൻ്റെ അവിടം വരെ ഇതുപോലെ ഡിസൈനിങ് പോവുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനിങ് ആണ്. താഴെ നിന്ന് ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ ഡിസൈനിങ് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. അപ്പം താഴെയാണ് അതിൻ്റെ മെയിൻ ഫോക്കസ്, മെയിനല്ല. വയറിൻ്റെ അവിടം വരെ പെയിൻറ്റിങ് കിട്ടും. ഇതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പെയിൻറ്റിങ് എല്ലാം 499 ആണ്. ഞാൻ റേറ്റ് എല്ലാം ഇതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ പറയുകയാണ്, പെയിൻറ്റിങ് ടോപ്പ് മെറ്റീരിയൽസ് എല്ലാം 499 ആണ്. ബാക്കി ഉള്ള മെറ്റീരിയൽസിനാണ് കുറച്ച് റേറ്റ്. അത് ഹാൻഡ് എംബ്രോയ്ഡറി വരുമ്പോൾ റേറ്റ് കൂടും പൊതുവേ. ആ ഒരു ഇതിൽ നിന്നാണ് റേറ്റ് കൂടുതൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ച മെറ്റീരിയൽസിൽ ഏത് മെറ്റീരിയലാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്ത് വെച്ചാൽ മതി. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഏത് കളറാണ്, ഏത് നമ്പറാണ്, ഫാബ്രിക് പെയിൻ്റ് ആണോ ഹാൻഡ് എംബ്രോയ്ഡറി ആണോ അതും കൂടെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പ്രായമായ ആൾക്കാർക്ക് ചിലവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർ ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.